ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു കിച്ചൻ പലാസോ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ബൺ ഓംപ്ലേറ്റ് ആണ്. ഇത് വളരെ ഈസി ആയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ മേക്ക് ചെയ്യേണ്ടത് നമ്മൾക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ. ഒരു മീഡിയം സൈസ് ഓനിയൻ ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ്, 2 ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, 2 മുട്ട. ഇതൊരു 3/4 ബൺ പീസാക്കിയതാണ്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുക. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് ഓനിയൻ ഇട്ട് കൊടുക്കുക. ഇതിനു ശേഷം ചോപ്പ് ചെയ്ത് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ഇനി ചോപ്പ് ചെയ്ത് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ബീറ്റർ വെച്ച് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പീസാക്കി വെച്ച ബണ്ണിട്ട് കൊടുക്കുക. അതിനുശേഷം ബീറ്റർ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ബൺ പീസുകൾ ബീറ്റർ വെച്ച് നന്നായി കുത്തി ഒടിച്ച് എടുക്കണം. കണ്ടോ, ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചൂടായ ഫ്രൈയിങ് പാനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു വലിയൊരു തവി മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ചെറുതായിട്ട് പരത്തി ഒന്ന് ഓംപ്ലേറ്റിൻ്റെ പോലെ ആക്കിയെടുക്കുക. ഒരു ഭാഗം ആയ ശേഷം മറിച്ചിട്ട് കൊടുക്കുക. നമ്മളെ ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബൺ ഓംപ്ലേറ്റ് ഗ്രീൻ ആൻഡ് റെഡ് ക്യാപ്സിക്ക കച്ചപ്പും കൂടി ഞാൻ മേലെ ഗാർണിഷ് ചെയ്തിട്ടിട്ടുണ്ട്. നോക്കൂ, എത്ര പെട്ടെന്നാണ് നമ്മൾ റെഡിയാക്കിയത്. വിശക്കുന്ന സമയത്ത് ഒരു ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വരാം. ബൈ.